അപ്പോൾ വെൽക്കം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ KSRTCൻ്റെ ഓർഡിനറി ഐഷറിൻ്റെ മോഡലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് റെഡ് ആൻഡ് വൈറ്റിലാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് ചെറിയ ബസ്സാണ് ഐഷറിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് വെച്ചാൽ 8.236 മീറ്ററാണ്. സീറ്റിംഗ് കപ്പാസിറ്റി 28+2 അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡിൽ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ റെഡ് ആൻഡ് വൈറ്റ് ആണെങ്കിലും സൈഡിൽ KSRTC വൈറ്റിൽ വലിയൊരു ഫോണ്ടിൽ ചേരുന്നുണ്ട്. അതേപോലെ KSRTCൻ്റെ ഒരു എംബ്ലം, അതേപോലെ ഓർഡിനറി റെഡ്, പിന്നെ ഗ്രീന്, ബ്ലൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡോറ്. ഇതാണ് ഇതിൻ്റെ. അപ്പോൾ ഇവിടെയാണ് 20+2 എന്ന് പറയുന്ന സീറ്റിംഗ് ഇതാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഡ്രൈവർ പ്ലസ് ലെഫ്റ്റ്, അപ്പോൾ അങ്ങനെ 2 സീറ്റ് എക്സ്ട്രാ. അപ്പോൾ ഇതിൽ വൈഫൈ, അതേപോലെ ക്യാമറ ഉണ്ട്, ഒരു TV ഉണ്ട്. TV ചിലപ്പോൾ പരസ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അത് കൂടാതെ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഓർഡിനറി ബസ്സിലൊക്കെ നമുക്ക് ആദ്യമായിട്ടാണ് എന്ത് വരുന്നത്, 2 പേർക്ക് ചാർജ് ചെയ്യാനുള്ളൊരു USB പോർട്ട് വരുന്നുണ്ട്. സീറ്റ് കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല, നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. ആണ് ബാക്ക് ഡോറ്. ഇവിടെയാണ് എമർജൻസി ഡോറ് വരുന്നത്. സീറ്റിംഗ് കംഫർട്ട് എങ്ങനെ, അടിപൊളിയാണോ? കുഷൻ കുഴപ്പമില്ല അല്ലേ? ഓർഡിനറിയിലൊക്കെ ഇത്രയും നല്ല സെറ്റപ്പ് വരുന്നത് നല്ല കാര്യമാണ്. ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്യാത്ത ആരുമില്ല, അതുകൊണ്ട് മൊബൈൽ ചാർജിങ് പോർട്ടൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ അത് തന്നെ, ഇത് നമ്മൾ പഴയ ബസ്സുകളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തതിൻ്റെ ഒരു മെയിനായിട്ടൊരു കുഴപ്പങ്ങൾ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ ഡ്രൈവേഴ്സ്, കണ്ടക്ടേഴ്സ് എല്ലാം അതേപോലെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുകൊടുക്കാൻ പറ്റും. അപ്പോൾ വണ്ടി അടിപൊളിയാണ്. ഫസ്റ്റ് എയ്ഡ്, സീറ്റിംഗ് കപ്പാസിറ്റി ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് വെച്ചാൽ 8.235 മീറ്ററാണ്. അതേപോലെ സീറ്റിംഗ് കപ്പാസിറ്റി 28+1+1, അതായത് ഫ്രണ്ടിൽ ഡ്രൈവർ പ്ലസ് ലെഫ്റ്റ് സൈഡിൽ വേറൊരു സീറ്റ് കൂടെ ഉണ്ട്, അതാണ്. അതേപോലെ Type 2 SDX ആണ് ഇതിൻ്റെ ഒരു ടൈപ്പ്. എൻജിൻ 4 സിലിണ്ടർ, ഫ്രണ്ട് ഡീസൽ എൻജിൻ, ഫ്രണ്ട് എൻജിനാണ്. 120 HP ആണിത്. അതേപോലെ മൊബൈൽ ചാർജിങ് യൂണിറ്റ് ഉണ്ട്, ഡാഷ്ബോർഡ് ക്യാമറ ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് റൈറ്റ് സൈഡാണ് ബസ്സിൻ്റെ. ഇവിടെ വേറെ സൗണ്ട് ഉണ്ട്. ബാറ്ററി ബോക്സ് സൈഡിലാണുള്ളത്. അല്ലാണ്ട് സ്റ്റോറേജ് ഒന്നുമില്ല. ഡീസൽ ടാങ്കിൻ്റെ. പിന്നെ നമ്മുടെ എമർജൻസി ഡോർ. ഇതാണ് എൻ്റെ ഒരു ബാക്ക് വ്യൂ കേട്ടോ. ബാക്കിൽ ക്യാമറ ഉണ്ട്. എല്ലാ ബസ്സിനും ക്യാമറ, എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ സൈറ്റ്, അതായത് ഓൺലൈന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ഗൈസ്. നമ്മുടെ എല്ലാവരും വെയിറ്റ് ചെയ്ത KSRTCൻ്റെ പുതിയ വോൾവോ ബസ്സാണ് നമ്മൾ പുറകിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ വോൾവോ ആണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നതെന്ന് വെച്ചാൽ 15 മീറ്ററാണ്. സീറ്റിംഗ് കപ്പാസിറ്റി 51+2 ആണ്. ഫ്രണ്ടിലൊരു 2 ആണ്. അപ്പോൾ Type 3 ACX ആണ് ഇത് ടൈപ്പ്, ബസ്സിൻ ടൈപ്പ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക്. പിന്നെ ബാക്കി വരുന്ന എല്ലാം സ്റ്റോറേജാണ്. സൈഡ് വരുന്നതെന്ന് വെച്ചാൽ വണ്ടി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വലിയ രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ KSRTCൻ്റെ ഒരു വലിയ ഫോണ്ടിൽ, അതേപോലെ നമ്മുടെ ഈ വെള്ളം ഉണ്ടല്ലോ, ചുണ്ടൻ വെള്ളം, അതിൻ്റെ ഒരു പിക്ചറ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വ്യൂ ആണിത്.
നമ്മുടെ നെറ്റിപ്പട്ടം, അതായത് ചെണ്ട, ഒരു കേരളമാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളു, ഒന്നും പറയാനില്ല, പക്കാ പ്രീമിയം. അപ്പോൾ അതാ സീറ്റിൽ KSRTCൻ്റെ ലോഗോ ഉണ്ട്. നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റാണ്, സൈ സപ്പോർട്ട് ഒക്കെ ഉണ്ട്. ഒരു ഫ്രഷിൻ്റെ ഒരു സ്മെല്ല് ഇതുവരെ പോയിട്ടില്ല കേട്ടോ, ഇതുവരെ ഓടിയിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എമർജൻസി എക്സിറ്റ് ഡോർ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു സ്റ്റെപ്പാണെന്ന് തോന്നുന്നത്. പിന്നെ എല്ലാ സീറ്റിലും ഒരു ചാർജിങ് പോർട്ടുണ്ട് കേട്ടോ. സി ടൈപ്പും ഉണ്ട്, USB ഉണ്ട്. നമ്മുടെ ഓർഡിനറിയിൽ പോലും എല്ലാത്തിലുണ്ട്. അതേപോലെ പിന്നെ AC വെൻ്റ്, ലൈറ്റ്, സ്വിച്ചുകൾ, സ്പീക്കേഴ്സ് എല്ലാം ഉണ്ട് ഇവിടെ. ഒരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ കാല് നല്ല സുഖമായിട്ട് വെക്കാൻ പറ്റും. ഇതിനൊക്കെ റേറ്റ് ഓവറാവില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. ബാക്കി വന്നിട്ട് നോക്കാം. ഇതാണ് TV കേട്ടോ. എല്ലാത്തിലും വൈഫൈ ഉണ്ട്. പിന്നെ ഇനി എല്ലാത്തിലും ക്യാമറ, മെയിനായിട്ട് ക്യാമറ എല്ലാം ഉണ്ട്. ഇതാണ് സ്വിച്ചസ് ഒക്കെ വരുന്നത്. ഈ മോണിറ്ററാണ് ക്യാമറേൻ്റെ മോണിറ്റർ. അപ്പോൾ വെൽക്കം ഗൈസ്. നമ്മൾ അടുത്ത ബസ് എന്ന് വെച്ചാൽ നമ്മുടെ KSRTCയുടെ പുതിയ ലിങ്ക് ബസ്സാണ്. അപ്പോൾ ഇതാ ബസ് കാണാം. അപ്പോൾ അശോക് ലെയ്ലാൻഡിൻ്റെ പ്രകാശ് കൂടിയാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊരു നമ്മളൊരു ഏതൊരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ചെറിയൊരു സാധനമുണ്ട്. 10.5 മീറ്ററാണ് ലെങ്ത്. 38+1 ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. അവിടെ കിടന്നിട്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻജിൻ സൈഡ്, ഡ്രൈവർ സീറ്റ്, ലെയ്ലാൻഡാണ്. അപ്പോൾ എല്ലാത്തിലും ക്യാമറ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോണിറ്ററും കൂടെ, ബാക്കി സ്വിച്ചസ് ആണ്. ഇതാണ് TV. ഓർഡിനറി ബസ്സിനും എല്ലാത്തിനും TV ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സീറ്റിംഗ് ഇതാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൊത്തം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ വൃത്തിയാക്കാൻ കുറച്ചുകൂടെ സുഖമായിരിക്കും, ക്ലീനായി നിൽക്കാൻ കുറച്ചുകൂടെ ചാൻസ് കൂടുതലാണ്. അതേപോലെ ചാർജിങ് പോർട്ട് ഒരു USB-C ടൈപ്പ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഉള്ളു വരുന്നത് കേട്ടോ. ഇതൊരു LED ഡിസ്പ്ലേ, ഇപ്പോൾ പുറമേ നിന്ന് മാത്രം കാണാൻ പറ്റും. ബാക്ക് ഡോറ്, ഉള്ളിൽ മൊത്തം സ്റ്റീലാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. കുറച്ചുകൂടെ നീറ്റായിട്ട് കിട്ടും. ക്യാമറ ആൻഡ് വൈഫൈ ആൻഡ് TV എല്ലാത്തിലും ഉണ്ട്. സീറ്റിംഗ് എങ്ങനെ? അതേപോലെ ലിങ്ക് ബസ് നമ്മൾ ഫാസ്റ്റ് പാസഞ്ചർ ഈ ഒരു ശ്രേണിയിലാണ് വരുന്നത്. അതാണ് സൈഡ്. ഇത് ഈ ഒരു കളറ് പഴയൊരു ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെയിം ഒരു എന്താ പറയുക, ഗ്രാഫിക്സ് ഒക്കെ സെയിം അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതാണ് ഫ്യൂൽ ടാങ്ക് ഓപ്പണർ, ഒരു എമർജൻസി എക്സിറ്റ്. ബേക്കറി ഗ്ലാസ് ഏരിയ ആയിട്ട് മെയിനായിട്ടൊന്നുമില്ല. ഒരു ചെറിയൊരു സ്പേസ് എന്ന് വെച്ചാൽ LED ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ ലിങ്ക് ബസ്, KSRTC ഇതൊക്കെയാണ് ബേക്കിൽ. പ്രകാശിൻ്റെയാണ് ബോഡി കേട്ടോ.
വെൽക്കം ഗൈസ്. നമ്മുടെ എക്സ്പോയിലുള്ള അടുത്ത വണ്ടിയാണ് ടാറ്റേൻ്റെ പുതിയ ഫാസ്റ്റ് പാസഞ്ചർ. ഇത് നമ്മൾ കുറേ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് വൈറലായ വണ്ടിയായിരുന്നു. 2 വണ്ടി അധികം ആർക്കും അത്ര മോഡൽ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ വണ്ടിയാണ്. പക്ഷെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഡിസൈനാണ്. ഗോവൻ ബേസ്ഡ് കമ്പനിയാണ് ഇത് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 11.25 മീറ്റർ അങ്ങനെയാണ്. സീറ്റിംഗ് കപ്പാസിറ്റി 49+ ഡ്രൈവറാണ്. സൈഡ് വ്യൂ എത്രയാണ് അവിടെ ബസ്സുള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ടാറ്റേൻ്റെ 11 മീറ്റർ വരുന്ന ഒരു വണ്ടിയാണിത്. ഇത് ബോഡി ബിൽഡ് ചെയ്തേക്കുന്നത് ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ 6 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. 150 HP ആണ് ഇതിൻ്റെ ഒരു പവർ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇതിൽ ക്യാമറ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു മോണിറ്റർ ഇവിടെ ഉണ്ട്. ഫ്രണ്ടിൽ ബാക്കിൽ എല്ലാം ക്യാമറയാണ്. അപ്പോൾ ഇതിൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് 49+ ഡ്രൈവറാണ്. 50 വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബോഡി ഉള്ളിലൊക്കെ സ്റ്റീലാണ് വരുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി നീറ്റായിട്ട് നിൽക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. അതേപോലെ എല്ലാത്തിനും ചാർജിങ് പോർട്ടുകളുണ്ട്. എല്ലാ സീറ്റിങ്ങിലും 2 USB ടൈപ്പ് ചാർജിങ് പോർട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കമ്പി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് നമുക്ക് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യമാണ് ഈ കമ്പി അല്ലേ. അപ്പോൾ ഇത് വളഞ്ഞത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സൗകര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സൗകര്യം, അതായത് നടക്കാനുള്ള സ്പേസ് കുറച്ച് കുറവാണ്. ഇവിടെ 3 ആണ്, 3 സീറ്റിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ 2 സീറ്റിംഗ് ആണുള്ളത്. അതുകൊണ്ട് സെൻട്രൽ സ്പേസ് കുറയും. അതുകൊണ്ട് ഇതൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എമർജൻസി ഡോർ ഇവിടെയാണ് വരുന്നത്. ബേക്കിലൊരു വലിയൊരു ഗ്ലാസ് ഏരിയ, ബേക്കിലുള്ള ഡോറ് ഇതാണ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി വൃത്തിയായിട്ട് നിൽക്കും എന്നാണ് തോന്നുന്നത്. അതായത് ഇത് സ്റ്റീലായതുകൊണ്ട് ഉള്ളിൽ ക്ലീനാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഒരു TV, ക്യാമറ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വരുന്നത്. ഇവിടെ ഒരു ഗ്ലാസ് ബ്രേക്കർ ഹാമറൊക്കെ കൊടുത്തിട്ടുണ്ട്. എമർജൻസി ഘട്ടങ്ങളിൽ നമുക്കിത് ഗ്ലാസ് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും വെറുതെ കാണിച്ചതേ ഉള്ളൂ. നമ്മൾ എക്സ്പോയില് അടുത്തത് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയാണ്. അതും ടാറ്റേൻ്റെ സെയിം ബസ്സാണ്. ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം, അത് രണ്ടാണ് ഈ ഗോവയിൽ മേക്ക് ചെയ്ത ടാറ്റേൻ്റെ ബസ്സുകൾ. ബാക്കി ഇത് നമുക്ക് കാണാം. ഇത് രണ്ട് ബസ്സിലും പ്രത്യേകത വെച്ചാൽ കളറ് കുറച്ച് ചേഞ്ച് ഉണ്ട്. രണ്ടാലും ഏകദേശം ഒരേപോലെ ഇരിക്കും. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 11.25 മീറ്ററാണ്. എഞ്ചിന് 6 സിലിണ്ടർ ഡീസൽ എഞ്ചിന് 180 HP ആണ് ഇതിൻ്റെ ഒരു പവർ വരുന്നത്. അപ്പോൾ ഇതാണ് നോൺ AC സൂപ്പർ ഫാസ്റ്റ് പ്രീമിയത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. 49+ ഡ്രൈവറാണ് എൻ്റെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് കേട്ടോ. ഇത് ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ ഏകദേശം അതേ ഒരു മോഡലാണ്. ഇത് ചെയ്തിരിക്കുന്നതും സെയിം കമ്പനിയാണ്, അതായത് ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവ ലിമിറ്റഡാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലും വരുന്നത് വെച്ചാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ ക്ലീനാക്കാൻ കുറച്ചുകൂടെ സുഖമായിരിക്കാം. അതേപോലെ ചാർജിങ് പോർട്ടുകൾ വരുന്നുണ്ട്. USB ടൈപ്പാണ് വരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ കമ്പിയൊക്കെ, അതായത് നടക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു കമ്പിയൊക്കെ വരുന്നത് കേട്ടോ. TV ഉണ്ട്, TV, വൈഫൈ, ചാർജിങ് പോർട്ട്, ഇതൊക്കെ എല്ലാ ബസ്സിലും, ഓർഡിനറി മുതൽ എല്ലാ ബസ്സിലും പ്രീമിയം ബസ്സിലും എല്ലാത്തിലും സെയിമാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇതാണ് ക്യാമറേൻ്റെ ഡിസ്പ്ലേ മോണിറ്റർ വരുന്നത്. ബാക്കി സ്വിച്ചസ് വരുന്നുണ്ട്. ടാറ്റയുടെ നല്ലൊരു ലോഗോ വെച്ചൊരു സ്റ്റിയറിംഗ്. നമ്മുടെ സീറ്റ് കവറൊക്കെ നമ്മളെ ഒരു പഴയ ടൈപ്പ് ബ്ലൂ, ആ കളർ സെയിം കളറാണ് വരുന്നത്. പക്ഷെങ്കിൽ സീറ്റൊക്കെ അടിപൊളി സീറ്റാണ്. നല്ല കുഷനിങ്, നല്ല കുഴി പോലെ നമുക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും. ഒരു തൈ സപ്പോർട്ട് അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടും. എമർജൻസി ഡോർ വരുന്നത് ഇവിടെയാണ്.
അതുകൊണ്ട് ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട്. ബാക്ക് ഡോർ. അപ്പോൾ വെൽക്കം ഗൈസ്. അപ്പോൾ എക്സ്പോയിൽ അടുത്തതായിട്ട് നമ്മുടെ ലൈലാൻഡിൻ്റെ പ്രകാശ് ബോഡിയിലുള്ള സ്ലീപ്പർ കം സീറ്ററാണ്. അപ്പോൾ 13.5 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ. 18 ബെർത്ത് ആൻഡ് 36 സീറ്റ്, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. അതിൻ്റെ കളർ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. നമുക്ക് റേറ്റിംഗ്. അപ്പോൾ പറഞ്ഞ പോലെ അശോക് ലൈലാൻഡിൻ്റെ പ്രകാശ് ബോഡിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലെങ്ത്ത് വരുന്നത് 13.5 മീറ്ററാണ്. അപ്പോൾ ഇതിൽ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ കേട്ടോ. അപ്പോൾ ക്യാമറ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു മോണിറ്റർ, പിന്നെ ഫ്രണ്ട് ക്യാമറ ഒക്കെ കാര്യങ്ങൾ. ലൈലാൻഡാണ് വണ്ടി. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ. അപ്പോൾ പറഞ്ഞ പോലെ 18 ബെർത്ത് 36 സീറ്റാണ് വരുന്നത്. അപ്പോൾ അടിയിൽ സീറ്റ്, മേലെ ബെർത്ത്, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടൈപ്പ് വരുന്നത്. അപ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റി വെച്ചാൽ 18 ബെർത്ത് 36 സീറ്റ്. അതേപോലെ ടൈപ്പ് 4 ആണ്, ACX എൻജിന്. 4 സിലിണ്ടർ ഫ്രണ്ട് ഡീസൽ എൻജിനാണ്. 250 HP ആണ് ഇതിൻ്റെ ഒരു പവർ വരുന്നത്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന പ്രകാശാണ് കേട്ടോ. പ്രകാശാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഇതിൽ ഒരു സൈഡ് ഒരു സീറ്റാണ് വരുന്നത്. ഒരു സീറ്റ്, അതായത് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റിയ രീതിയിൽ 2 സൈഡിൽ ഹാൻഡ് റെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സൈഡിൽ 2 സീറ്റ്. സീറ്റിൻ്റെ എണ്ണം കുറവാണെങ്കിൽ അത് കംഫർട്ട് കുറച്ചുകൂടെ കൂടും. അപ്പോൾ 2 പേർക്ക് മേലെ കിടക്കാൻ പറ്റും. ഒരു ബ്ലാക്ക് കർട്ടനാണ് വരുന്നത്. ഒരു സെപ്പറേഷൻ ചെറുതായിട്ടുണ്ട്. ഹെഡ് റെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പൊങ്ങിയൊരു സ്പേസും കാണും. അപ്പോൾ മേലെ ഒരു വുഡ് ടെക്സ്ചറാണ് വരുന്നത്. ഒരു റോൾഡ് വുഡ് ടെക്സ്ചറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ AC വെൻറ്റ്, ലൈറ്റ് അതൊക്കെ കാണാൻ പറ്റും. പിന്നെ ചാർജിങ് പോയിൻ്റ്, അതായത് മൊബൈൽ ഹോൾഡറായിട്ടൊരു സ്പേസ് ഉണ്ട് കേട്ടോ. മൊബൈൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ ചാർജിങ് പോർട്ട് 2 സൈഡിൽ ചാർജ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു ബോട്ടിൽ വെക്കാനും കുറച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു. അപ്പോൾ ബാക്കിലത്തെ ഗ്ലാസിൻ്റെ ചെറിയൊരു ഏരിയ ഇവിടെ കാണാൻ പറ്റും. എമർജൻസി എക്സിറ്റിങ്ങിന് കേട്ടോ വരുന്നത്. നേരെ ബേക്കിലായിട്ടാണ് വരുന്നത്. സിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. 2 കളറായിട്ടാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് വരുന്നത് കേട്ടോ. 2 കളറായിട്ട്. അതേപോലെ ചാർജിങ് പോർട്ട് അവിടെ ഉണ്ട്. സീറ്റിൻ്റെ ബാക്കിലായിട്ടൊരു ഒരു ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാൻ പറ്റും. പിന്നെ കാല് നല്ല സുഖമായിട്ട് വെക്കാൻ പറ്റും. അതായത് ഇങ്ങനെ വെക്കാൻ പറ്റും. എല്ലാ സീറ്റിൻ്റെ മുകളിലും ലാമ്പ് ആൻഡ് AC വെൻറ്റ് 2 സീറ്റിൻ്റെ മുകളിലുണ്ട്. ഓണത്തോടനുബന്ധിച്ച് സർവീസ് തുടങ്ങുള്ളൂ ബാംഗ്ലൂർ. അപ്പോഴത്തേക്ക് ഈ മൊത്തം ബസ് ഇല്ല, അന്ന് ഓണം കഴിയും, വന്ന് തീരുമ്പോൾ. എത്ര 153 എത്ര? ഇതെല്ലാം കൂടി 30 മറ്റേ വോൾവോ ഇതെല്ലാം കൂടി. ഇതിപ്പോ ഈ തെക്കോട്ട് മാത്രമാണ് അല്ലേ, മേലോട്ടേക്ക് ഉണ്ടോ വടക്കോട്ടേക്ക്? ഇത് മൂവാമ്പിയ കാണും. ഇവിടെ നിന്നുള്ള മൂവാമ്പിയ, ആലപ്പുഴ മൂവാമ്പിയ, കൊട്ടാരക്കര മൂവാമ്പിയ, അതൊക്കെ വണ്ടി മാറും. പിന്നെ മൈസൂർ, ബാംഗ്ലൂർ, ചെന്നൈ വണ്ടി ഷെയർ ചെയ്ത് കൊടുക്കും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക്. എറണാകുളം, ആലപ്പുഴ, കൊട്ടാരക്കരയൊക്കെ ഇങ്ങനെ കൊടുക്കും. ഇതിലിപ്പം ഫിക്സ് ചെയ്ത ആൾക്കാർ മാത്രം അങ്ങനെ എന്തോ ഉണ്ടെന്നോ അല്ലേ? എങ്ങനെ? അതായത് അത് പുള്ളി ഒരു നിർദ്ദേശം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു വാഹനം 7 പേർക്കായിട്ട് കൊടുക്കും. ആ 7 പേര് തന്നെ കൈകാര്യം ചെയ്തു. വേറെ ആരുമില്ല. 8ാമത്തെ ഒരുത്തം വരുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ടെക്നീഷ്യൻ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പ്രശ്നങ്ങളല്ലേ. പിന്നെ അവർ ലീവ് എടുക്കുമ്പോൾ അവർ തന്നെ അറേഞ്ച് ചെയ്യണം. നമ്മൾ 2 പേരും കൂടി പോയി നാളെ എനിക്കൊരു അത്യാവശ്യം വന്ന് വേറെ ഈ കൂട്ടത്തിലുള്ള ഒരാളെടുക്കും. അപ്പോൾ എക്സ്പോയിൽ നമ്മൾ അടുത്ത അവസാനം AC സ്ലീപ്പർ, KSRTCയുടെ AC സ്ലീപ്പർ ലൈലാൻഡാണ്. പ്രകാശ് ബോഡിയാണ്.
അപ്പോൾ KSRTCൻ്റെ പുതിയ AC സ്ലീപ്പറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കളറാണ് മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ ദൂരം നിന്നൊക്കെ വരുന്നതാണ്, അടിപൊളിയാണ്. അപ്പോൾ അശോക് ലീലാൻഡ് പ്രകാശ് ബോഡിയിൽ ചെയ്തിരിക്കുന്നതാണ്, അതായത് ബാംഗ്ലൂർ പ്രകാശ് എന്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് എന്ന് വെച്ചാൽ 13.5 മീറ്ററാണ്. അപ്പോൾ ബെർത്ത് കപ്പാസിറ്റി 36 ബെർത്താണ്. അപ്പോൾ എൻജിൻ 4 സിലിണ്ടർ ഫ്രണ്ട് ഡീസൽ എഞ്ചിനാണ്. 250 HP ആണ് ഇതിൻ്റെ ഒരു പവർ വരുന്നത്. ബാക്കി നമുക്ക് ഉള്ളിൽ കയറിയിട്ട് പറയട്ടെ. അപ്പോൾ എല്ലാത്തിലും ക്യാമറ, ഫ്രണ്ട് ക്യാമറ. അപ്പോൾ അതിൻ്റെ ഒരു മോട്ടറാണ് പൊങ്ങിക്കിടക്കുന്നതാണ്. അപ്പോൾ ലൈലാൻഡ് സ്വിച്ചസ് ബാക്കിയുള്ളതുപോലെ അത്രയില്ല, കുറവാണ്. ബാക്കി സ്വിച്ചസൊക്കെ ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്കി വ്യൂസ്. അതായത് ഇപ്പോൾ AC സ്ലീപ്പറിൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെ വരുന്നത് കേട്ടോ. 36 ബെർത്താണ് ഇതിൻ്റെ വരുന്നത്. ഒരു നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ കർട്ടൻസ് ബ്ലാക്കാണ്. അപ്പോൾ ഓരോ സീറ്റിൻ്റെ മുകളിലും ലൈറ്റ്, AC വെൻറ്റ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. മൊബൈൽ ഹോൾഡർ, ചാർജിങ് പോർട്ട്. ഒരു സൈഡ് 2 ബെഡ്, ഒരു സെപ്പറേഷനൊക്കെ സൈഡിലുണ്ട്, സെൻറ്ററിലുണ്ട്. മൊബൈൽ ഹോൾഡർ, ചാർജിങ് പോർട്ട്, AC വെൻറ്റ്, ലൈറ്റ്. ഇവിടെ ഒരു സ്റ്റോറേജ്, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അങ്ങനെയാണിത് വരുന്നത്. വെൽക്കം ഗൈസ്. അപ്പോൾ എക്സ്പോയിലെ അടുത്ത ബസ്സാണ് ലൈലാൻഡിൻ്റെ നമ്മുടെ AC സ്ലീപ്പർ. അപ്പോൾ പ്രകാശ് ബോഡിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിയൊന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതിന് ലെങ്ത്ത് വരുന്നത് 13.5 മീറ്ററാണ്. പ്രകാശ് ബോഡിയിലാണ് ചെയ്തിരിക്കുന്നത്, അതായത് ബാംഗ്ലൂർ ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സൈഡിൽ വ്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അപ്പോൾ വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഒരു എംബ്ലം, പിന്നെ KSRTC. അതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ കാണാം, അതേപോലെ മോണിറ്റർ, എല്ലാ ക്യാമറ അതിൽ കാണാൻ പറ്റും, ക്യാമറ വ്യൂസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത് കേട്ടോ. ഇപ്പോൾ നല്ലൊരു കളറാണ്. ഇത് 50+1 സീറ്ററാണ് കേട്ടോ. AC സ്ലീപ്പറല്ല, സീറ്ററാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാത്തിനും AC വെൻസ്, റീഡിംഗ് ലാമ്പ്, ഇതൊക്കെ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ചാർജിങ് പോയിൻറ്റുകൾ. സീറ്റിൻ്റെ പുറകിലാണ് ഒരു ബോട്ടിൽ ഹോൾഡർ ആൻഡ് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്. പിന്നെ കാല് വെക്കാനുള്ളൊരു നല്ലൊരു സാധനമുണ്ട്. അപ്പോൾ ഇത് ലീലാൻഡാണ്, അശോക് ലീലാൻഡ് ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്, അതായത് പ്രകാശാണ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി ഉണ്ട്, സീറ്റൊക്കെ റിക്ലൈൻ സീറ്റാണ്. ഇപ്പോൾ നല്ല തൈ സപ്പോർട്ട് അങ്ങനെയൊക്കെയുള്ളൊരു സീറ്റാണ്. ഇപ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷനാണ്, ബ്ലാക്ക് ആൻഡ് ഈ ഒരു കളർ നല്ലൊരു കളർ കോമ്പിനേഷനാണ്.